ശ്രീരാജ് കൂടിയുണ്ട്. ശ്രീരാജ്, രാഹുൽ മാങ്കൂട്ടത്തിലെ വീടിന് മുൻവശത്തായാണ് ഉള്ളത്. ശ്രീരാജ്, വിവാദങ്ങൾക്ക് അടുക്കുകയാണ്. ഒരൊറ്റ പ്രതികരണം കൊണ്ട് അകത്തേക്ക് കയറിപ്പോയതാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ. ആ MLA എന്ന ബോർഡ് പതിപ്പിച്ച വണ്ടിയിൽ അദ്ദേഹം ഇനി അധികകാലം ഉണ്ടാകില്ല എന്നാണ് ഈ വിമർശനങ്ങളിൽ നിന്നും കോൺഗ്രസിൽ നിന്നും ഉയർന്നു വരുന്ന പ്രതിഷേധങ്ങളിൽ നിന്നെല്ലാം മനസ്സിലാക്കാൻ കഴിയുന്നത്. അവിടുത്തെ സാഹചര്യം എന്താണ് ഇപ്പോൾ? രാഹുലിൻ്റെ MLA വാഹനം ഇപ്പോൾ രാഹുലിൻ്റെ അടുത്ത സുഹൃത്തും യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരും പുറത്തേക്ക് എടുക്കുകയാണ്. കഴിഞ്ഞ 4 ദിവസമായി രാഹുൽ മാങ്കൂട്ടത്തിൽ മറ്റ് പരിപാടികളെല്ലാം ഒഴിവാക്കി അടൂർ നെല്ലിമുകളിലെ ഈ വീട്ടിൽ തന്നെയായിരുന്നു. വാഹനവും ഇവിടെ തന്നെയായിരുന്നു. ഇപ്പോൾ ആ വാഹനം പുറത്തേക്ക് എടുക്കുകയാണ്. മാധ്യമങ്ങളെ കണ്ട ശേഷം മറ്റ് ചോദ്യങ്ങൾക്കൊന്നും മറുപടി നൽകാതെ തനിക്ക് വിശദീകരിക്കാനുള്ള കാര്യങ്ങൾ വിശദീകരിച്ച ശേഷം രാഹുൽ മാങ്കൂട്ടത്തിൽ വീട്ടിലേക്ക് തിരികെ കയറി പോയിരുന്നു. ശേഷം വീട്ടിൽ നിന്നും തിരികെ പോവുകയാണ്. MLA വാഹനത്തിലാണ് അദ്ദേഹം പുറത്തേക്ക് പോകുന്നത്. നിലവിൽ മറ്റ് എങ്ങോട്ടേക്കാണ് പോകുന്നതെന്നോ അതിനെപ്പറ്റിയുള്ള കൂടുതൽ വിവരങ്ങൾ എന്തായാലും ഇല്ല. എന്തായാലും അദ്ദേഹം വാഹനത്തിൽ ഇപ്പോൾ പുറത്തേക്ക് പോവുകയാണ്. നിരവധി ചോദ്യങ്ങൾ ഉണ്ടായിരുന്നപ്പോൾ ആ ചോദ്യങ്ങൾക്കൊന്നും കൃത്യമായി മറുപടി നൽകാതെ വിശദീകരിക്കാതെയായിരുന്നു അദ്ദേഹം മാധ്യമങ്ങളെ കണ്ടത്. തനിക്ക് പറയാനുള്ള കാര്യങ്ങൾ മാത്രം പറഞ്ഞു പൂർത്തിയാക്കി അദ്ദേഹം തിരികെ വീട്ടിലേക്ക് കയറി പോകും ചെയ്തു. നിരവധി ആരോപണങ്ങൾ, അതിൽ ഗുരുതരമായ കോൾ റെക്കോർഡിംഗ്സ്, വിവരങ്ങളെപ്പറ്റിയെല്ലാമുള്ള ചോദ്യങ്ങൾ ഉണ്ടായിരുന്നു. പക്ഷേ അവയ്ക്കൊന്നും കൃത്യമായ മറുപടി നൽകാൻ രാഹുൽ മാങ്കൂട്ടത്തിൽ തയ്യാറായില്ല. മാധ്യമങ്ങളുടെ ചോദ്യങ്ങൾ അഭിമുഖീകരിക്കാൻ തയ്യാറാകാതെയായിരുന്നു അദ്ദേഹം തിരികെ വീട്ടിലേക്ക് കയറിപ്പോയത്. മാധ്യമങ്ങളെ കാണുന്നതിന് തൊട്ടു മുൻപ് തന്നെ രാഹുൽ സൂചിപ്പിച്ചിരുന്നു തനിക്ക് കുറച്ച് കാര്യങ്ങൾ വിശദീകരിക്കാനുണ്ട് എന്ന് സൂചിപ്പിച്ചുകൊണ്ട് തന്നെയായിരുന്നു വാർത്താ സമ്മേളനം ആരംഭിച്ചതും. അതുകൊണ്ട് തന്നെ മാധ്യമങ്ങൾ അദ്ദേഹത്തിന് പൂർണ്ണമായും പറയാനുള്ള അവസരം ഒരുക്കി. പക്ഷേ അത് കഴിഞ്ഞ് മാധ്യമങ്ങൾക്കൊന്നും അദ്ദേഹം അവന്തികയുടെ ആരോപണത്തിൽ മാത്രമായിരുന്നു അദ്ദേഹം ഒരു വിശദീകരണം നടത്തിയത്. താരതമ്യേന ഏറ്റവും ദുർബലമായ ഒരു ആരോപണമായിരുന്നു ട്രാൻസ്ജെൻഡർ അവന്തികയുടെ ആരോപണം. അതിൽ മാത്രം വിശദീകരണം വരുത്താൻ ശ്രമിച്ചു. ശേഷം അദ്ദേഹം മറ്റു ചോദ്യങ്ങൾക്കൊന്നും നിൽക്കാതെ തിരികെ വീട്ടിലേക്ക് കയറി പോവുകയായിരുന്നു. എന്തായാലും ഇപ്പോൾ MLA വാഹനം കഴിഞ്ഞ 4 ദിവസമായി അടൂർ നെല്ലിമുകളിലെ ഈ വീട്ടിൽ ഉണ്ടായിരുന്ന ഈ MLA വാഹനം ഇപ്പോൾ പുറത്തേക്ക് എടുക്കുകയാണ്. അദ്ദേഹം ഈ വീട്ടിൽ നിന്നും പുറത്തേക്ക് പോവുകയാണ്. ഗുരുതരമായിട്ടുള്ള ആരോപണങ്ങൾ അദ്ദേഹത്തിന് ഉയർന്നു നിൽക്കുന്ന സാഹചര്യത്തിൽ പ്രതിഷേധങ്ങൾ കണക്കിലെടുത്ത് ആയിരുന്നു കഴിഞ്ഞ 4 ദിവസവും അദ്ദേഹം അടൂരിലെ ഈ വീട്ടിൽ തുടർന്ന്. എന്നാൽ ഇന്ന് രാവിലെ തന്നെ രാജി സമ്മർദ്ദം വലിയ രീതിയിൽ കൂടി. രമേശ് ചെന്നിത്തല ഉൾപ്പെടെയുള്ള ആളുകൾ പൂർണ്ണമായും രാഹുൽ മാങ്കൂട്ടത്തിനെ തള്ളി പറഞ്ഞു. എല്ലാ കോൺഗ്രസ് നേതാക്കളും, ഷാഫി പറമ്പിൽ ഒഴികെയുള്ള മുഴുവൻ കോൺഗ്രസ് നേതാക്കളും പ്രത്യക്ഷത്തിലും സമൂഹ മാധ്യമ